കേരളത്തിൽ സ്ത്രീ പീഡന കേസുകൾ പെരുകുന്നു. സ്ത്രീകൾക്കെതിരായ എല്ലാവിധ വിവേചനങ്ങളും അവസാനിപ്പിക്കാനുള്ള കരാർ, അതായത് കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വിമൻ, ഐക്യരാഷ്ട്രസഭ പാസ്സാക്കിയത് 1979 1980 തന്നെ ഇന്ത്യയും അതിൻ്റെ ഭാഗമായി, ആ നിയമത്തിൻ്റെ ഭാഗമായി. അതിനനുസരിച്ചാണ് 1997 വിശാഖ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത്. അതായത് തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ തൊട്ട് ഏത് തരത്തിലുള്ള വിവേചനവും തെറ്റാണ്. അവയ്ക്കെതിരെ സ്ത്രീകൾക്ക് അതായത് വളരെ നല്ല പരിരക്ഷ, പൂർണ്ണമായ പരിരക്ഷ സ്ത്രീകൾക്ക് ലഭിക്കണം എന്നാണ് ആ വിശാഖ കേസിൻ്റെ വിധി കൊണ്ട് സുപ്രീം കോടതി ഉറപ്പുവരുത്തിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുക, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നോക്കിയാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വളരെ വേഗം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കാം, ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 1,00,000, അതായത് കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1,58,386 സ്ത്രീ പീഡന പരാതികളാണ്. അവയിൽ അപ്പീൽ നൽകാതെ തന്നെ ഇത്രയും കേസുകളാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്. നമുക്ക് ജില്ല വെച്ച് കണക്ക് നോക്കാം. എറണാകുളത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡന കേസ്, 20,387. തിരുവനന്തപുരം 20,255. മലപ്പുറം 17,825. തൃശ്ശൂർ 17,126. കോഴിക്കോട് 15,935. കൊല്ലം 12,945. ഈ തരത്തിലാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്കെതിരായ കേസുകൾ വന്നു എങ്കിൽ പോലും ഈ കേസുകളിലൊക്കെ വേണ്ടത്ര നീതി നടന്നിട്ടുണ്ടോ, അന്വേഷണമോ നീതിയോ നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് 1,58,386 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് 9,403 കേസുകളിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ എത്ര ശതമാനം വരും? ആകെ കേസുകളിൽ 5.9% മാത്രമാണ് ശിക്ഷ കിട്ടിയത്. ഈ പറയപ്പെട്ട 1,58,000 കേസുകൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ ശിക്ഷ കിട്ടിയത് 9,403 പേർക്ക് മാത്രം. 918 കേസുകളിൽ, ഈ പറയപ്പെട്ട 1,58,000 ചില്ലുവാനും കേസുകളിൽ 918 കേസുകളിൽ സ്ത്രീകൾ കൊല്ലപ്പെട്ടു. 30,028 പേർക്ക് പരിക്കുപറ്റി. 30,413 പേരെ വെറുതെ വിട്ടു. അതായത് കുറ്റവാളികളായ പുരുഷന്മാരെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ വെറുതെ വിട്ടു. അപ്പീൽ പോകേണ്ടിയിരുന്ന 30,204 കേസിൽ അപ്പീൽ പോയില്ല. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് നീതികേട്. ഉദാഹരണത്തിന് നമുക്ക് നടിയെ പീഡിപ്പിച്ച കേസ് തന്നെ എടുക്കാം. 2019. അതായത് സ്വന്തം അവൻ്റെ ഒപ്പം, ആ നടൻ്റെ ഒപ്പം നിരവധി സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ച വളരെ നല്ല ഒരു അഭിനേത്രി, ഒരു ചീത്ത പേര് ഒരിക്കലും സൃഷ്ടിക്കാത്ത ഒരു അഭിനേത്രി, അവർ ഇപ്പോൾ ഒരു ഭാര്യയും കൂടിയാണ്. അങ്ങനെയുള്ള ആ ഭാര്യയാകുന്നതിന് മുൻപ് വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്താണെന്നുറക്കം കൊട്ടേഷൻ കൊടുത്ത് അവളെ പീഡിപ്പിക്കുന്ന രംഗം ചിത്രീകരിച്ച് അതിൻ്റെ വിഷ്വൽസ് എടുത്ത് സൂക്ഷിച്ച, അത് വിറ്റു എന്ന് വേണം പറയാൻ. കാരണം അത് അവന് ഒരുപാട് പേർക്ക് കൊടുത്ത് അവരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പണം സമ്പാദിച്ച് കാണും. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട നടൻ, ആ വൃത്തികെട്ട നടനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് നമ്മൾ കണ്ടു. ആ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവൻ ആ കേസിൽ ശരിയായിട്ട് ശിക്ഷിക്കപ്പെടാത്തത്. കോടതിയിൽ ആ നടിയെ ജഡ്ജി തന്നെ, ഒരു വനിതാ ജഡ്ജി തന്നെ ചോദ്യം ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അറിയാം ആ വനിതാ ജഡ്ജി പോലും
അവളുടെ ഭാഗത്തല്ല, അവൻ്റെ ഭാഗത്താണ് എന്ന്. കാരണം കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ടതുപോലെ പണം കൊടുത്ത് അവൻ സ്വാധീനിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണത്. അപ്പോൾ പണമുണ്ടെങ്കിൽ എന്തുമാകാം, എന്തും നേടാം, എന്തിനേയും മായ്ച്ചു മറച്ചു കളയാം എന്ന് ആരുടെ മുൻപിലും ഓരോരുത്തർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മഹത് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ കശാപ്പ് ചെയ്യപ്പെടുന്നത്, സ്ത്രീകൾ ഇങ്ങനെ വക്രീകരിക്കപ്പെടുന്നത്. ഏത് തരത്തിലും ഉപദ്രവിച്ചാലും ആരും ചോദിക്കാനുള്ളവർ വരട്ടെ എന്ന തരത്തിലുള്ള ഇത് ഒന്ന് ഓർത്തു നോക്കൂ. 2023 ഡിസംബർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു PG ഡോക്ടർ, വനിതാ ഡോക്ടർ, അവർ ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഒരു PG ജെൻറ്റിൽമാൻ ഡോക്ടറുമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും അയാൾ വലിയ തോതിൽ ആ PG ഡോക്ടർക്ക് വഹിക്കാൻ പറ്റാത്ത തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ മനസ്സ് നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വന്തം ഭാര്യയെ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ല, ബിറ്റ്വീൻ കൊല്ലം ആൻഡ് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ്, ഇപ്പോൾ ആ സ്ഥലം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സ്വന്തം ഭാര്യയെ, അവരും നല്ല അഭ്യസ്തവിദ്യയായ ഭാര്യ, അതുപോലെ അവർ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വിവാഹം ചെയ്തു. വിവാഹത്തിന് വേണ്ടത്ര സ്വത്തുക്കൾ കൊടുത്തതാണ്. എന്നിട്ടും അത് പോരെന്ന് പറഞ്ഞ് പിന്നെ കൂടുതൽ ആവശ്യപ്പെട്ട് അത് ലഭ്യമാകുന്നില്ല, മുഖം തിരിക്കുന്നു എന്ന് വന്നപ്പോൾ പാമ്പ് പിടുത്തക്കാരുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി ഈ ഭർത്താവ്. എന്നിട്ട് വിഷപ്പാമ്പിനെ അവരിൽ നിന്ന് കരസ്ഥമാക്കി ആ വിഷപ്പാമ്പിനെ അവൾ ഉറങ്ങുന്നിടത്തേക്ക് കയറ്റിവിട്ട് അവളെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ഭർത്താവ്. ഇങ്ങനെ എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അത്തരം ഒരു കേരളത്തിലാണ് ഈ പറയപ്പെട്ട 1,58,386 കേസുകൾ 10 വർഷം കൊണ്ട്. അതായത് ഈ 10 വർഷവും സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു, സ്ത്രീകളെ ശബരിമലയിലേക്ക് അയക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഗവൺമെൻറ്. എന്നിട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള തിരുവാതിരക്കളിയായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾ നടത്തിക്കൊണ്ടിരുന്നത്. നട്ടെല്ല് സ്ത്രീകൾക്കും വേണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ട് സ്വയം ഒരു എന്താ പറയുക, ഞാനൊരു വ്യക്തിയാകുന്നു എന്ന ആ വ്യക്തി ചിന്ത നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ നമുക്ക് ആരെയും അങ്ങനെ ആക്കിയെടുക്കാൻ ഒക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ ധാരാളമുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരക്കാർക്കൊക്കെ പാട്ടുപാടാനും കാല് പിടിക്കാനും ഒക്കെയായിട്ട് ഇവരൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം, അതായത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന പീഡന കേസുകളുടെ കഥയാണ് ഈ പറഞ്ഞത്. അതിൽ നിന്ന് 5.9% മാത്രമേ നീതി ലഭിച്ചിട്ടുള്ളൂ. ബാക്കി കേസുകളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒന്നുകിൽ തള്ളിപ്പോയി, അല്ലെങ്കിൽ ഇപ്പോഴും ഒന്നും എവിടെയും എത്താതെ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്? അതായത് 1979 UN നിയമം, ആ നയത്തിലേക്ക് ഇന്ത്യയും ഒപ്പുവെച്ചതാണ്. അപ്പോൾ ഇന്ത്യയും ബാധ്യസ്ഥമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കി കൊടുക്കാനായിട്ട്. സ്ത്രീകളെ ബഹനവും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എത്ര സ്ത്രീ സൗഹൃദ മനസ്സുള്ള പ്രധാനമന്ത്രി എന്ന് നമ്മൾ ഓർത്തു പോകും. പക്ഷേ നമ്മുടെ വിമൻസ് റിസർവേഷൻ ബില്ലിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. 1995 ബെയ്ജിങ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ, 1995 ബെയ്ജിങ് പ്രഖ്യാപനം. അന്നാണ് യുണൈറ്റഡ് നേഷൻസ് സ്ത്രീകൾക്ക് 33% റിസർവേഷൻ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ കൊടുക്കണം ഭരണത്തിൽ എന്ന് നിർദ്ദേശിക്കുന്നത്. നമ്മൾ അതിലും പങ്കാളികളാണ്. ആ ബെയ്ജിങ് ഡിക്ലറേഷനിലും ഇന്ത്യ പങ്കാളിയാണ്. പക്ഷേ എന്നിട്ട് അതിനുശേഷം 1996 തന്നെ ഈ ഡിക്ലറേഷൻ മൂലം 96 തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ ധനമന്ത്രിയായിരുന്ന P. ചിദംബരം, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ധനമന്ത്രിയായിരുന്ന ചിദംബരം 33% റിസർവേഷനുള്ള ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു. അന്ന് പ്രതിപക്ഷം അത് എതിർത്തത് കൊണ്ട് പാസ്സായില്ല.
അതിനുശേഷം BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്നു. ഒന്നാം ഭരണത്തിലും രണ്ടാം ഭരണത്തിലും അവർക്കത് പാസ്സാക്കാമായിരുന്നു. അവർ രണ്ടാം ഭരണത്തിൻ്റെ അവസാനം പാസ്സാക്കി അത് നിയമമാക്കിയത് 2023 സെപ്റ്റംബറിലാണ് അത് നിയമമാക്കുന്നത്. അങ്ങനെ നിയമമാക്കിയിട്ട് പോലും 33% റിസർവേഷൻ തൊട്ടടുത്ത് വന്ന ലോകസഭാ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് കൊടുത്തില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുത്തില്ല? അപ്പോൾ അതിനെ ഒരു കുറ്റിയിൽ കെട്ടി. ഏത് കുറ്റിയിലാണ് കെട്ടിയത്? ഡീലിമിറ്റേഷൻ, അതായത് കോൺസ്റ്റിറ്റ്യുവൻസീസിനെയൊക്കെ ഡീലിമിറ്റ് ചെയ്ത് കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാക്കിയതിന് ശേഷം സ്ത്രീകൾക്ക് 33% കൊടുക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടാൽ ആർക്കാണ് ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോകാത്തത്? എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഡീലിമിറ്റേഷനും സ്ത്രീ റിസർവേഷനുമായിട്ട് വനിതാ റിസർവേഷനുമായിട്ട് ലിങ്ക് ചെയ്തത് എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? ആർക്കെങ്കിലും ലെജിബിളായിട്ടുള്ള എന്തെങ്കിലും വ്യക്തത വരുത്താൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറഞ്ഞാലും സ്ത്രീകളെ രണ്ടാന്തരം പൗരന്മാരായി കാണുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരുഷന്മാർ ചിന്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ വരുന്നത്? തെളിവിൻ്റെ അഭാവം, സാക്ഷികളുടെ കൂറുമാറൽ, കേസ് നടത്തിപ്പിലെ കാലവിളംബം, അപ്പീൽ നൽകാത്തത്, പ്രോസിക്യൂഷൻ താല്പര്യമില്ലായ്മ, ഇതൊക്കെയാണ് ഈ കേസുകളൊന്നും ശരിയായി പര്യവസാനിക്കാത്തതിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം പീഡനങ്ങൾ നടന്നിട്ട് 5.93 കേസുകളിൽ മാത്രം തീർപ്പ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സ്ത്രീ പീഡനങ്ങളിൽ ഒരുപാട് സ്ത്രീ പീഡനം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹാനന്തരമാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുക. അപ്പോൾ പെണ്ണന്വേഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ, ഒരു പുരുഷൻ്റെ കുടുംബക്കാർ വരുമ്പോൾ പെണ്ണിനെ കാണിച്ചു കൊടുക്കുക, പെണ്ണിന് ഗുണഗണങ്ങൾ വർണ്ണിക്കുക. അതൊക്കെ കഴിഞ്ഞ് അവർ പിന്നെയും വെയിറ്റ് ചെയ്യുന്നത് പെണ്ണുണ്ടോ, പെണ്ണെങ്ങനെ എന്നതിനേക്കാൾ അവർക്കറിയേണ്ടത് പെണ്ണിനോടൊപ്പം എന്ത് കിട്ടുമെന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ മാതാപിതാക്കൾ അവൾ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ കുറ്റിച്ചൂലെടുത്ത് ഇറങ്ങടാ വെളിയിൽ, ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞ് അയക്കുക വേണ്ടത്. അതായത് പെണ്ണിനെ അന്വേഷിച്ച് മാത്രമേ പുരുഷൻ വരാവുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിലെ പുരുഷന്മാർ, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, പക്ഷേ കേരളത്തിലെ പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് എന്താണ്? പെണ്ണ് കെട്ടുക വഴിയായിട്ട് കിട്ടുന്ന സമ്പത്ത് അതുകൊണ്ട് വലിയ മണിമാളിക തീർക്കുക, അതുപോലെ തന്നെ മുന്തിയ ഇനം കാറ് വാങ്ങിക്കുക, അങ്ങനെ സുഖലോലുപതയിൽ കഴിയുക. അതിന് പണം കിട്ടുന്ന പെണ്ണുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. പെണ്ണിനെ കെട്ടുന്നത് വഴി വരുന്ന സമ്പത്ത്, അതിലാണ് പുരുഷൻ്റെ കണ്ണിരിക്കുന്നത്. അങ്ങനെ സമ്പത്തിൽ കണ്ണുവെച്ച് പെണ്ണന്വേഷിച്ച് വരുന്നവരോട് ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞ് നല്ല ശക്തമായ താക്കീത് കൊടുത്ത് പറഞ്ഞയക്കുക. അങ്ങനെ 10 ഇടത്ത് നിന്ന് അനുഭവം ഉണ്ടാകുമ്പോൾ പുരുഷൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരാതിരിക്കുകയില്ല. അതായത് ഒരു പെണ്ണും ആണിനേക്കാൾ താഴെയല്ല, ഭൗതികമായിട്ടല്ല ഒരു കാരണവശാലും. ശാരീരികമായിട്ട് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടി താഴെയായിരിക്കാം. അതിൻ്റെ കാരണം നമുക്ക് പണ്ട് മുതലേ കേരളത്തിൽ പറയാറുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, ആണിന് തൈരും പെണ്ണിന് മോരും. പെൺകുഞ്ഞാണെങ്കിൽ അതിനെ മോശപ്പെട്ട ആഹാരം കൊടുത്ത് വളർത്തുന്നു, ആൺകുഞ്ഞാണെങ്കിൽ അതിനെ മെച്ചപ്പെട്ട ആഹാരം കൊടുത്ത് വളർത്തുന്നു. അത് പഴയ കാലത്തെ കഥയായിരിക്കാം, പക്ഷേ ഇപ്പോഴും പല കുടുംബങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ആണിന് തൈരും പെണ്ണിന് മോരും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടാകുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും നല്ല ആഹാരം കൊടുത്ത് നല്ല സ്കൂളിൽ വിട്ട് നല്ലവണ്ണം പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരുപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മേധാശക്തി കൊണ്ട് രണ്ടുപേരും ഒരുപോലെ ശക്തരായിരിക്കും. അതുപോലെ കായിക ബലം കൊണ്ട് അവൾ ഇത്തിരി താഴെയാണോ, നിങ്ങൾ അവളെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വരെ പഠിപ്പിക്കൂ. അവൾ രാത്രിയിലോ പകലോ ഏത് സമയത്തും എവിടെയും ഇറങ്ങി നടന്ന് ആരെയും കൈവയ്ക്കാൻ കെൽപ്പുള്ളവളായിരിക്കും.
ആരെയും ഭയക്കാതെ സ്വന്തം ജീവനോപാധി തേടി നടക്കുന്നവരായിരിക്കും. അങ്ങനെ വേണം പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി വളർത്താൻ. അങ്ങനെ വളർത്തുമ്പോൾ ഒരു തരത്തിലുള്ള സ്ത്രീ പീഡനത്തിനും വിധേയയാകാതെ അവൾ സ്വന്തം കാലിൽ തല ഉയർത്തിപ്പിടിച്ച് പ്രഭാവത്തോടു കൂടി ജീവിക്കും. സ്വന്തം കാൽപ്പാടുകൾ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടേ അവൾ കടന്നു പോവുകയും ചെയ്യുകയുള്ളൂ.